വെൽക്കം ബാക്ക് ടു വൈറ്റ് ചോക്ക് സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SLC വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിന് ആവശ്യമായ എല്ലാത്തിൻ്റെയും ഫോർമാറ്റുമായിട്ടാണ്. നോട്ടീസ്, അതുപോലെ ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, ഡയറി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. അതേപോലെ ഏത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാൻ പറ്റിയ 5 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും, അതേപോലെ എങ്ങനെ ഒരു സ്പീച്ച് എഴുതാമെന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നോട്ടീസാണ്. നോട്ടീസ് വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളൊരു ബോർഡർ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നോട്ടീസ് എന്ന് എഴുതുക. അതിനുശേഷം ABC സ്കൂളോ മോഡൽ സ്കൂളോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്ലബ്ബ് പറഞ്ഞിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ക്ലബ്ബോ മാത്സ് ക്ലബ്ബോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതും അവിടെ എഴുതുക. എന്നിട്ട് നിങ്ങളെ കണ്ടൻറ് എഴുതി തുടങ്ങുക. ഡിയർ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. എന്നിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ് എഴുതേണ്ടത്. ദ ഇംഗ്ലീഷ് ക്ലബ്ബ് ഓഫ് ഓർ സ്കൂൾ ആസ് ഡിസൈഡഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് തുടങ്ങുന്നുണ്ടാവുക. അങ്ങനെ കണ്ടൻറ് എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് ഡേറ്റും ടൈമും വെന്യൂ എഴുതുക. വെന്യൂ എന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. ഇത് സ്കൂൾ ഓഡിറ്റോറിയമോ അല്ലെങ്കിൽ സ്കൂൾ ഹാളൊക്കെ ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് ഒറ്റ അടിയിൽ സെക്രട്ടറി, ഇംഗ്ലീഷ് ക്ലബ്, അതേപോലെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് പ്ലേസ്, ഡേറ്റും എഴുതുക. ആ ഡേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം പ്രോഗ്രാം നടക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടായിരിക്കും ഈ നോട്ടീസ് ഇറക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ 15-ാം തീയതിയാണ് പ്രോഗ്രാം. അപ്പോൾ 7-ാം തീയതിയാണ് ഈ നോട്ടീസ് ഇറക്കുന്നത്. ആ ഡേറ്റാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളൊരു A+ ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ഓൾ ആർ വെൽക്കം എന്നതിൻ്റെ അടിയിലായിട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് എഴുതുക. എന്നിട്ട് വെൽക്കം സ്പീച്ച്, പ്രസിഡൻ്റൽ അഡ്രസ്സ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻസ്, അതേപോലെ വോട്ട് ഓഫ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അതൊക്കെ ആകുമ്പോൾ നോക്കുന്ന ടീച്ചേഴ്സിന് കുറച്ചുകൂടി നിങ്ങളൊരു ഇമ്പ്രഷൻ വരുത്താനും ഫുൾ മാർക്ക് കിട്ടാനും ചാൻസ് ആണ്. അപ്പോൾ ഇത്രയുള്ള നോട്ടീസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫോർമൽ ലെറ്റർ ആണ്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ലെറ്റർ ആണ്. അതായത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയക്കുന്ന ലെറ്ററിനാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുക. അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം തന്നെ എഴുതുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക. അത് നമുക്ക് ഉണ്ടാക്കി എഴുതിയാൽ മതി. ഇവിടെ ഗാർഡൻ വില്ല, MJ റോഡ്, കാൺപൂർ എന്നാണ് കൊടുത്തുള്ളത്. ഇത് വെറും ഒരു എക്സാമ്പിളാണ്. ഇത് എഴുതിയാലും മതി, അതിലൊന്നും വലിയ വിഷയമല്ല. പിന്നെ ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഡിയർ കിരൺ എന്നോ അതിൽ ആർക്കാണോ എഴുതുന്നത് അവർക്ക് എഴുതുക. എന്നിട്ട് നമ്മൾ ഹൗ ആർ യു, ഹോപ്പ് യു ആർ എൻജോയിങ് ദ വെക്കേഷൻ ദർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക. ഇവിടെ നമ്മൾ കുറച്ചേ കൊടുത്തുള്ളൂ. ഇത് വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങളെ കണ്ടൻറ്റ് മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് അവസാനം വിത്തിലാവുമെന്നോ അല്ലെങ്കിൽ US സിൻസിയർലി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. അതിന് താഴെയായിട്ടാണ് നിങ്ങൾ ഒപ്പിടേണ്ടത്. ഒപ്പ് നിങ്ങളിങ്ങനെ ഇടേണ്ട, അതിന് SD എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, സിഗ്നേച്ചർ. അതിന് താഴെ നിങ്ങളുടെ പേരും എഴുതുക, ആരാണ് എഴുതിയത് ആളുടെ പേരും എഴുതുക. അത്രേ ഉള്ളൂ ഇൻഫോർമൽ ലെറ്റർ. ഇനി നമ്മളെ ഫോർമൽ ലെറ്റേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. പക്ഷെ പലരും ഇതിനൊരു ഡൗട്ട്ഫുള്ളോട് കൂടിയാണ് കാണാറുള്ളത്. ഇതിൻ്റെ ഫോർമാറ്റൊക്കെ മറന്നു പോകും, കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലൊക്കെ. പക്ഷെ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സിൽ എഴുതിയ മാതിരി തന്നെ ഇതിലും ആദ്യം തന്നെ റൈറ്റർ അഡ്രസ്സാണ് എഴുതുന്നത്. ആ അഡ്രസ്സ് എഴുതിയതിന് ശേഷം അടിയിൽ ഡേറ്റ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ആർക്കാണോ അയക്കുന്നത് ആളുടെ അഡ്രസ്സാണ് നമ്മൾ എഴുതേണ്ടത്. അത് അവിടെ ഒരു എഡിറ്ററോ പോലീസ്മാനോ ഒക്കെ ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് വാരി വലിച്ച് എഴുതരുത്. നമ്മൾ എന്താണ് ഈ ലെറ്ററിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിന് 1-2 ലൈനിൽ വളരെ ഷോർട്ടാക്കി എഴുതാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ആളെ ഒരു സാല്യൂട്ടേഷൻ കൊടുക്കുക. ഡിയർ സർ എന്നോ അതേപോലെ സർ എന്നോ അങ്ങനെ എന്തോന്ന് മതി. അതിന് താഴെയായിട്ട് ദ ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ലെറ്ററിൽ കുറച്ചുകൂടി ഒരു ക്യാച്ച് ആയിട്ട് കൊടുക്കുക. ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ഫോർ ദി സീരിയസ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിട്ട് യു ആർ ഫെയ്ത്ത്ഫുള്ളി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ, നമ്മൾ ആരാണ് എഴുതിയത് ആളുടെ പേരും കൊടുക്കുക. ഇത്ര അവിടെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ പറയുന്നത് ഡയറിയുടെ ഫോർമാറ്റാണ്. ആദ്യം അതിൻ്റെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഡേറ്റ് എഴുതുക, ഡേ, മന്ത്, ഇയർ എന്ന ഓർഡറിൽ. അത് കഴിഞ്ഞിട്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിക്കുക. അതായത് വാട്ട് എ വണ്ടർഫുൾ ഡേ എന്നോ അല്ലെങ്കിൽ ദിസ് ഈസ് എ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക. അതേപോലെ നമ്മൾ ലെറ്ററിൽ I, V ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് പേഴ്സൺ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നമ്മൾ എഴുതുന്ന രീതിയിൽ അത് എഴുതാനായിട്ട് പറ്റൂ. ഇപ്പോൾ മാർത്ത എഴുതുന്ന ഡയറി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ മാർത്ത എന്നല്ല ഉപയോഗിക്കേണ്ടത്. നമ്മളാണ് മാർത്ത എന്ന രീതിയിൽ ഡയറി എഴുതാനായിട്ട് പറ്റൂ. എന്നിട്ട് നമ്മൾ ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടൻറ് എഴുതുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഐ ഫീൽ ലൈക്ക് മൈ ഹേർട്ട് വിൽ ബ്രേക്ക് നൗ എന്നോ അതുപോലുള്ള കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടുള്ള വേർഡുകളായിരിക്കും ഉപയോഗിക്കുക. അല്ലെങ്കിൽ
ഞാൻ ഉറങ്ങാൻ പോവാണെന്നോ ഉറക്കം വരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയുള്ള ഡയറി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരുടെയൊക്കെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അതിപ്പോൾ സത്യജിത് റേയുടെ ചോദിച്ചാലും മാർത്തയുടെ ചോദിച്ചാലും ആരുടെ ചോദിച്ചാലും ഈ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വാട്ട് വാസ് യുവർ ഡ്രീം? ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ പ്രൊഫഷൻ? അടുത്തത് വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗിവ് ദ സ്റ്റുഡൻസ്? അടുത്തത് വാട്ട് ഈസ് യുവർ ഫിലോസഫി ഓഫ് ലൈഫ്? അടുത്തത് ഹൂ ഈസ് യുവർ റോൾ മോഡൽ? അടുത്തത് ടെൽ us അബൌട്ട് യുവർ സെൽഫ്. അടുത്തത് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രൊജക്റ്റ്? അത് കഴിഞ്ഞിട്ട് വാട്ട് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പീരീഡ് ഇൻ യുവർ ലൈഫ്? ഏറ്റവും അവസാനത്തത് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ പ്രസൻറ്റ് ജനറേഷൻ? ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ആ പാഠത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതാവുന്നതാണ്. ഇനി ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു സ്പീച്ച് എഴുതാമെന്നാണ്. അപ്പോൾ ഈ സ്പീച്ചൊക്കെ നമുക്ക് നല്ലൊരു മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ടോപ്പിക്കാണോ പറഞ്ഞത് അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എന്തായാലും നിങ്ങളുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എങ്ങനെ തുടങ്ങാമെന്നും എങ്ങനെ അവസാനിപ്പിക്കാമെന്നും നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഹോണറബിൾ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവരോടൊരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണൊക്കെ പറയാം. ഐ വിഷ് യു ഓൾ എ വെരി വാം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കണ്ടന്റ് എഴുതി തുടങ്ങാം. ഐ എം ഹാപ്പി ഇൻ ഹാവിങ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് അബൌട്ട് ദ അതിലെന്താണോ കണ്ടന്റ് പറഞ്ഞത് അത് ചെയ്ത സോഷ്യൽ ഈവിൽ ഓഫ് ചൈൽഡ് ലേബർ. എന്നിട്ട് ഒരു ഇൻട്രഡക്ഷൻ വെച്ച് തുടങ്ങാം. എന്നിട്ട് ഏറ്റവും അവസാനം ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്, താങ്ക് യു ഓൾ ഫോർ യുവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ സ്പീച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ആൻസർ ക്യൂ ഒക്കെ നമ്മളെ ചാനലിൽ ഇടുന്നതാണ്. കഴിഞ്ഞ ലാംഗ്വേജിൻ്റെ എക്സാമിൻ്റെ ആൻസർ ക്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് നമ്മളെ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. അതേപോലെ നിങ്ങൾ ഈ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം +1 അലോട്ട്മെൻറ്റ് വരാനുണ്ട്. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ബൈ ഗായ്സ്.